പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസനിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ആലോചനയുമായി നിൽക്കുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ മേലധിവസിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അവിടെ ഏകവചനമാണ് കാണുന്നത്. എന്നെ മാത്രം വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആദ്യം പറയുന്നുണ്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുന്നുണ്ട്, പിന്നെ അപേക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പം നീ അറിയാത്തതായും ഉള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരും, അല്ലെങ്കിൽ അതിന് മറുപടി ദൈവം നിനക്ക് തരും. മഹത്വമായുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ 2-3 കൂട്ടം കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. നീ അറിയാത്ത വഴികളെ ഞാൻ തുറക്കും, അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പം ഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി ദൈവം തരുമെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. കർത്താവ് പറയും, എന്നെ ഒന്ന് വിളിക്കൂ, ഒന്ന് അപേക്ഷിക്കൂ. നീ അറിയാത്തതും അഗോചരമായ മഹത്വമായ കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. അപ്പം മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങൾ, മറഞ്ഞിരിക്കുന്ന ചില വെളിപ്പാടുകൾ, മറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം മറുപടി തരുമെന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൽ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ മാത്രം പൂർണ്ണ ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ദൈവവചനം വെളിപ്പെടുത്തുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ഉത്തരമരുളുന്ന കർത്താവ് ഒന്ന് വിളിക്കാൻ പറയുന്നു, അപേക്ഷിക്കാൻ പറയുന്നു. നീ അറിയാത്ത വഴികളെ ഞാൻ നിനക്ക് തുറക്കും. നിൻ്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നമുക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യുന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം ആരും മറന്നു പോകരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.